വിക്രമാദിത്യനും വേതാളവും രണ്ടാം ഭാഗത്തേക്ക് സ്വാഗതം. വിക്രമാദിത്യൻ ദേവലോകത്തിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം ഭട്ടിയോട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് തനിക്ക് കിട്ടിയ സിംഹാസനം കാണിച്ചു കൊടുത്തു. എന്നാൽ ഭട്ടിയുടെ മുഖത്ത് വിക്രമാദിത്യൻ വിചാരിച്ചത്ര സന്തോഷം കണ്ടില്ല. അദ്ദേഹം അതിന് കാരണം ചോദിച്ചു. ഭട്ടി ഉത്തരം പറഞ്ഞു, അങ്ങ് ദേവലോകത്തിൽ പോയി സമ്മാനങ്ങൾ വാങ്ങി തിരിച്ചു വന്നു. എന്നാൽ ഞാൻ അങ്ങയുടെ അനുജനും മന്ത്രിയുമാണല്ലോ, അങ്ങ് എനിക്കെന്തു കൊണ്ടുവന്നു? വിക്രമാദിത്യൻ തലയിൽ കൈവച്ചു. അയ്യോ, ഞാനത് മറന്നുപോയി. സാരമില്ല, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതും കൂടിയാണല്ലോ. ആ മറുപടി ഭട്ടിക്ക് തൃപ്തിയായില്ല. ബുദ്ധിമാനും പണ്ഡിതനുമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് അസൂയ തോന്നി. അദ്ദേഹം ഭദ്രകാളിയെ തന്നെ ശരണം പ്രാപിക്കാൻ നിശ്ചയിച്ച് രാത്രിയിൽ അമ്പലത്തിലേക്ക് പോയി. ദേവി പതിവ് പോലെ പട്ടണത്തിൽ ചുറ്റി നടക്കുകയായിരുന്നു. ഭട്ടി ശ്രീകോവിലിനുള്ളിൽ കടന്ന് ബിംബത്തിന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥന തുടങ്ങി. കുറെ കഴിഞ്ഞ് ദേവി മടങ്ങിയെത്തി. ഭട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എന്താണ് വേണ്ടത് എന്ന് വാത്സല്യത്തോടെ അന്വേഷിച്ചു. ഭട്ടി പ്രാർത്ഥിച്ചു. വിക്രമാദിത്യന് ദേവേന്ദ്രൻ ഒരു സിംഹാസനം കൊടുത്ത് അതിന്മേലിരുന്ന് 1000 കൊല്ലം ഭരിച്ചുകൊള്ളാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കും അദ്ദേഹത്തെ പോലെ കീർത്തിമാനായി 2000 കൊല്ലം ജീവിച്ചിരിക്കണം. ദേവിക്ക് അതത്ര സമ്മതമായില്ല. ഇത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇത്തരം ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കുകയാണ് വേണ്ടത്. ദേവി എത്ര പറഞ്ഞിട്ടും ഭട്ടി സമ്മതിച്ചില്ല. അവസാനം ദേവി പറഞ്ഞു, ശരി, അങ്ങനെയാകട്ടെ. നീ ഉടൻ വിക്രമാദിത്യന്റെ തലവെട്ടി എൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെക്കണം. എന്നാൽ നിന്റെ ഇഷ്ടം സാധിക്കാൻ ഞാൻ അനുഗ്രഹിക്കാം. അസൂയ കൊണ്ട് മനസ്സ് കലങ്ങിയിരുന്നതിനാൽ ഭട്ടി അപ്പോൾ തന്നെ വാളും കൊണ്ട് വിക്രമാദിത്യനും രാജ്ഞിയും കിടന്നുറങ്ങുന്ന മുറിയിൽ കടന്നു ചെന്നു. ആദ്യം തന്നെ തലയ്ക്കൽ ഉറയിൽ തൂക്കിയിട്ടുള്ള രാജാവിൻ്റെ വാൾ മാറ്റിവെച്ച് അദ്ദേഹത്തെ ഉണർത്തി പതുക്കെ പറഞ്ഞു, ഒച്ച വെച്ച് ആരെയും ഉണർത്തരുത്. വളരെ പ്രധാനമായ ഒരു കാര്യത്തിന് എനിക്ക് അങ്ങയുടെ തല ആവശ്യമുണ്ട്. അതെടുക്കാനാണ് ഞാൻ വന്നത്. ഭട്ടി കളി പറയുകയാണെന്ന് ധരിച്ച് വിക്രമാദിത്യൻ മടി കൂടാതെ സമ്മതിച്ചു. ഉടൻ ഭട്ടി ജ്യേഷ്ഠന്റെ തല വെട്ടിയെടുത്ത് അതും കൊണ്ട് അമ്പലത്തിലേക്കോടി തല ദേവിയുടെ കാൽക്കൽ വെച്ചു. 2000 കൊല്ലം കീർത്തിമാനായി ജീവിക്കാൻ ദേവി ഭട്ടിയെ അനുഗ്രഹിച്ചു. അത് കേട്ട് ഭട്ടി പൊട്ടിച്ചിരിച്ചു. ദേവി അത്ഭുതത്തോടും തെല്ലു കോപത്തോടും കൂടി ചോദിച്ചു, നീ എന്നെ പരിഹസിക്കുകയാണോ? ഭട്ടി കൈകൂപ്പി, അല്ല, ജ്യേഷ്ഠന് 1000 കൊല്ലം നാടുവാഴാൻ ദേവേന്ദ്രൻ അനുഗ്രഹം കൊടുത്തിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ തല ഇവിടെയും ദേഹം കൊട്ടാരത്തിലെ കട്ടിലിൽ മേലും കിടക്കുന്നു. ഈ നിലയ്ക്ക് ദേവി എനിക്ക് 2000 കൊല്ലത്തെ ആയുസ് തന്നത് എത്രത്തോളം ഫലിക്കുമെന്നോർത്താണ് ഞാൻ ചിരിച്ചത്. കാളിദേവിക്ക് ലജ്ജ തോന്നി. എന്നാലും ദേവി കോപിച്ചില്ല. ഞാൻ ദേവേന്ദ്രനെ പോലെയല്ല. എൻ്റെ അനുഗ്രഹം വെറുതെയാകുകയുമില്ല. ഭട്ടി വീണ്ടും ചിരിച്ചു. ദേവീദേവന്മാരുടെ അനുഗ്രഹ ശക്തിയെപ്പറ്റി എനിക്കിപ്പോൾ വിശ്വാസം കുറവാണ്. ദേവി ഇപ്പോൾ ചക്രവർത്തിയെ ജീവിപ്പിച്ചു തന്നാൽ എനിക്ക് വിശ്വാസം വരും. ദേവി ഭട്ടിയുടെ കയ്യിൽ കുറച്ച് ഭസ്മം കൊടുത്തു. നീ വിക്രമാദിത്യൻ്റെ തല കൊട്ടാരത്തിൽ കൊണ്ടുചെന്ന് ദേഹത്തോട് ചേർത്ത് വെച്ച് ഹ്രീങ്കാര മന്ത്രം ജപിച്ചുകൊണ്ട് അടിമുടി ഈ ഭസ്മം തേച്ച് തിരുമിയാൽ മതി. അദ്ദേഹം ജീവിച്ചെഴുന്നേൽക്കും. ദേവി പറഞ്ഞ പോലെ ഭട്ടി ചെയ്തു. ഉടൻ രാജാവ് ഉറക്കമുണർന്ന പോലെ കണ്ണുമിഴിച്ച് എഴുന്നേറ്റിരുന്നു. എന്താണ് നടന്നതെന്ന് ഭട്ടിയോട് ചോദിച്ചു. ഭട്ടി നടന്നതെല്ലാം പറഞ്ഞു. വിക്രമാദിത്യൻ സന്തോഷത്തോടെ ഭട്ടിയെ കെട്ടിപ്പിടിച്ചു. ഞാൻ 1000 കൊല്ലം നാടുവാഴുമെന്ന് ദേവേന്ദ്രൻ വരം തന്നു. അങ്ങേക്കാണെങ്കിൽ ദേവി 2000 കൊല്ലത്തെ ആയുസ് തന്നിരിക്കുന്നു. അങ്ങ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ദുസ്വപ്നമാണെന്ന് കരുതി മറന്നുകളയൂ. ഭട്ടി പറഞ്ഞു, അങ്ങും 2000 കൊല്ലം ജീവിച്ചിരിക്കുമെന്ന് ദേവി പ്രസാദം നേടിയ ഞാൻ വരം തരുന്നു. വിക്രമാദിത്യൻ അത്ഭുതപ്പെട്ടു. അതെങ്ങനെ? ഭട്ടി അറിയിച്ചു. ദേവേന്ദ്രൻ അങ്ങേക്ക് 1000 കൊല്ലം നാടുവാഴുമെന്ന അനുഗ്രഹമാണല്ലോ തന്നിട്ടുള്ളത്. അങ്ങ് 6 മാസം നാടുവാണ ശേഷം 6 മാസം കാട്ടിൽ പോയി താമസിക്കണം. അപ്പോൾ അങ്ങേക്ക് 1000 കൊല്ലം നാടുവാഴണമെങ്കിൽ 2000 കൊല്ലത്തെ ആയുസ് വേണ്ടിവരുമല്ലോ. വിക്രമാദിത്യൻ സന്തോഷത്തോടെ ഭട്ടിയെ പ്രശംസിച്ചു. ഭോജരാജാവേ, വിക്രമാദിത്യ ചക്രവർത്തിയുടെ ഒരു കഥയെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ സിംഹാസനത്തിന്മേലിരിക്കാൻ യോഗ്യതയുണ്ടെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? സാലഭഞ്ചിക കഥ പറഞ്ഞു നിർത്തി. രാജാവും മന്ത്രിയും മറ്റു കർമ്മങ്ങൾക്ക് പോവുകയും ചെയ്തു. ജ്ഞാനശീലന്റെ ഹോമം. അടുത്ത ദിവസം ഭോജരാജൻ വന്ന് സിംഹാസനത്തിന്റെ ആദ്യത്തെ പടി കയറി 2ാമത്തെ പടിമേലേക്ക് കാലെടുത്ത് വെക്കാൻ ഭാവിച്ചപ്പോൾ 2ാമത്തെ പാവ തടഞ്ഞു. വിക്രമാദിത്യന്റെ യോഗ്യതകളിൽ വളരെ കുറച്ചു മാത്രമേ അങ്ങ് കേട്ടുള്ളൂ. ഇനിയുമുണ്ട് കുറേയേറെ ഗുണങ്ങൾ. ഞാൻ പറയാം, കേൾക്കൂ.
ഉജ്ജനിയിൽ നിന്ന് 10 നാഴിക ദൂരെ ഒരു കൊടും കാടിന്റെ നടുവിൽ ഒരു കാളിക്ഷേത്രമുണ്ടായിരുന്നു. അമ്പലത്തിനടുത്ത് ജ്ഞാനശീലൻ എന്നൊരു സന്യാസി താമസിച്ചിരുന്നു. ഏറെ ദൂരെയല്ലാത്ത ഒരു മുരുക്ക് മരത്തിന്മേൽ ഒരു വേതാളവും ഉണ്ടായിരുന്നു. ആ വേതാളത്തെ കീഴടക്കിയാൽ 3 ലോകങ്ങളും തനിക്ക് കീഴടങ്ങുമെന്ന് സന്യാസി ധരിച്ചു. ദേവി പ്രസാദം കൊണ്ടല്ലാതെ വേതാളത്തെ കീഴടക്കാൻ സാധ്യമല്ല. അതിനുവേണ്ടി 1000 രാജാക്കന്മാരുടെ തലവെട്ടി ഹോമിക്കാൻ സന്യാസി തീരുമാനിച്ചു. 999 രാജാക്കന്മാരുടെ തലവെട്ടി ഹോമിക്കാൻ അയാൾക്ക് സാധിച്ചു. അവസാനത്തെ തല വിക്രമാദിത്യൻ്റെതായിരിക്കണമെന്നായിരുന്നു അയാളുടെ നിശ്ചയം. ജ്ഞാനശീലൻ കൊട്ടാരത്തിലെത്തി ഒരു മാതള നാരങ്ങ കാഴ്ചവെച്ച് ചക്രവർത്തിയോട് അപേക്ഷിച്ചു. ഇവിടെ അടുത്തുള്ള കാട്ടിൽ ഞാനൊരു ഹോമം നടത്തുന്നുണ്ട്. ഇന്ന് അത് കാലം കൂടും. ആ സമയത്ത് അങ്ങ് അവിടെ ഉണ്ടായിരുന്നാൽ കൊള്ളാം. ഒറ്റയ്ക്ക് വേണം വരാൻ. വിക്രമാദിത്യൻ മടി കൂടാതെ സമ്മതിച്ചു. സന്യാസി പോയപ്പോൾ അദ്ദേഹം മാതളം പഴം പൊളിച്ചു നോക്കി. അതിനുള്ളിൽ അനവധി വില പിടിച്ച രത്നക്കല്ലുകളുള്ളതായി അദ്ദേഹം കണ്ടു. ഭട്ടിയെ വിളിച്ച് പഴം കാണിച്ചു കൊടുത്ത് അദ്ദേഹം ചോദിച്ചു, ഈ സന്യാസിക്ക് ഇത്ര നല്ല രത്നങ്ങൾ എവിടെ നിന്ന് കിട്ടി? അതും കുറച്ചൊന്നുമല്ലാതാനും. ഇതിലെന്തോ ചതിയുണ്ടെന്നും പോകാതെ ഇരിക്കുന്നതാണ് നല്ലതെന്നും ഭട്ടി അഭിപ്രായപ്പെട്ടു. എന്നാൽ ദേവിയുടെ അനുഗ്രഹത്തിൽ പൂർണ്ണ വിശ്വാസമുള്ള വിക്രമാദിത്യൻ സന്യാസിക്ക് താൻ കൊടുത്ത വാക്ക് തെറ്റിക്കാൻ വയ്യെന്ന് നിശ്ചയിച്ച് നായാട്ട് വേഷം ധരിച്ച് വാൾ അരയിലുറപ്പിച്ച് പുറപ്പെട്ടു. കാട്ടിൽ കുറേ നേരം തിരഞ്ഞു നടന്നപ്പോൾ അദ്ദേഹം സന്യാസിയുടെ ഹോമസ്ഥലത്തെത്തി. തലയോടുകളും എല്ലുകളും നിറഞ്ഞു കിടക്കുന്ന ആ സ്ഥലം കണ്ടാൽ അത് ചുടുകാടാണെന്ന് തോന്നുമായിരുന്നു. സന്യാസി രാജാവിനെ കണ്ട് സന്തോഷത്തോടെ സ്വാഗതം പറഞ്ഞു. അപ്പോൾ വിക്രമാദിത്യൻ സഗൗരവം, പറഞ്ഞതുപോലെ ഞാൻ എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. സന്യാസി ചിരിച്ചു. വളരെ ചെറിയ കാര്യമാണ്. ഇവിടെ നിന്ന് 2 നാഴിക തെക്കുള്ള ചുടുകാട്ടിലെ മുരുക്കുമരത്തിന്മേൽ ഒരു ശവം കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങ് ആ ശവം എടുത്തുകൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെക്കണം. അതിനുശേഷം വേണം ഹോമം നടത്താൻ. ചക്രവർത്തി ചുടുകാട്ടിലേക്ക് നടന്നു. കുറ്റാക്കൂരിരുട്ട്, പെരുമഴ, കൊടുങ്കാട്, 4 പാടും ക്രൂരമൃഗങ്ങൾ, ഭൂതപ്രേത പിശാചുക്കൾ. എന്നാൽ അദ്ദേഹം ഒട്ടും പേടിക്കാതെ ദേവിയെക്കുറിച്ചുള്ള മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ചുടുകാട്ടിലെത്തി. സന്യാസി പറഞ്ഞ മുരുക്ക് മരവും അതിനു മുകളിൽ കയറിന്മേൽ തൂങ്ങിയാടുന്ന ശവവും കണ്ടു. അദ്ദേഹം മരത്തിന്മേൽ കയറി വാൾ കൊണ്ട് കയർ മുറിച്ചു. ശവം താഴെ വീണു. ഭൂമി തൊട്ട ഉടൻ ആ ശവം ഭയങ്കര ശബ്ദത്തിൽ ഉറക്കെ നിലവിളിച്ചു തുടങ്ങി. ശവത്തിന് ജീവനുണ്ടായെന്ന് കണ്ട് അത്ഭുതപ്പെട്ട് രാജാവ് ലക്ഷണം കേട്ട ആ വേതാളത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നിർത്തി. നീ ആരാണ്? ജീവനുണ്ടെങ്കിലും ശവം പോലെ ഇവിടെ തൂങ്ങിക്കിടന്നതെന്തിന് എന്ന് അധികാരത്തോടെ ചോദിച്ചു. വേതാളം പൊട്ടിച്ചിരിച്ച് വീണ്ടും മരത്തിന്മേൽ കയറി തല കീഴായി തൂങ്ങിക്കിടന്നു. രാജാവ് ആ പ്രാകൃത രൂപനെ വീണ്ടും പിടികൂടി ഉത്തരീയം കൊണ്ട് വരിഞ്ഞുകെട്ടി ചുമലിലെടുത്ത് നടന്നു. കുറച്ചു ദൂരം പോയപ്പോൾ വേതാളം ചോദിച്ചു, അങ്ങ് ആരാണ്? സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയാത്തതാണിത്. വിക്രമാദിത്യൻ താൻ ആരാണെന്നും വേതാളത്തെ എന്തിനാണ് പിടിച്ചുകൊണ്ടു പോകുന്നതെന്നും പറഞ്ഞ് മനസ്സിലാക്കി. അത് കേട്ട് വേതാളം അപേക്ഷിച്ചു, ശരി, ഇപ്പോൾ എന്നെ കെട്ടഴിച്ചു വിടൂ. പോകുന്ന വഴിക്ക് എന്നോടൊരു വാക്കുപോലും അങ്ങ് മിണ്ടിപ്പോകരുത്. സത്യം തെറ്റിച്ചാൽ ഞാൻ മടങ്ങിപ്പോകും. വിക്രമാദിത്യൻ വേതാളത്തിൻ്റെ കെട്ടഴിച്ചുവെങ്കിലും ചുമലിൽ നിന്നിറക്കിയില്ല. അപ്പോൾ വേതാളം പറഞ്ഞു, അറിവുള്ളവരുടെ ജീവിതം സുഖമാണ്. അറിവില്ലാത്തവർക്ക് നരകം പോലെയായിരിക്കും ജീവിതം. നമുക്കിനിയും ഏറെ ദൂരം പോകാനുണ്ടല്ലോ. നല്ലതെന്തെങ്കിലും സംസാരിക്കാം. ഞാനൊരു കഥ പറയാൻ പോകുന്നു, കേൾക്കൂ. വേതാളം കഥ പറഞ്ഞു തുടങ്ങി.